നല്ല കർത്താവേ, പാടുകൾ ചേർന്ന് വരും. ഈ രാത്രി വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. അങ്ങയുടെ മഹത്വം ഈ രാത്രി ഇവിടെ ഇറങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു അപൂർവ കാര്യം ഈ രാത്രി മാസങ്ങളായി പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിനു വേണ്ടി സ്വർഗം ഈ രാത്രി ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിട്ടുപോകുന്ന കൂടാരങ്ങൾ ഭൂതസഞ്ചയങ്ങൾ ഇറങ്ങട്ടെ. ഈ ആരാധന മണ്ഡലത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. അടിയിൽ ഒരുമിച്ച് ക്രൂശിന് മറയുന്ന കർത്താവേ, ഇതുവരെ മറ്റെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത, മറ്റാർക്കും വേണ്ടി ചെയ്തിട്ടില്ലാത്ത ഒരു അപൂർവ കാര്യം ഇന്ന് രാത്രി സ്വർഗം ചെയ്യുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന് മറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരം ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ഈ രാത്രി ഇവിടെ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം ഇതര 3 സുവിശേഷകന്മാരെക്കാൾ തികച്ചും വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നന്നായി എടുത്ത് കാണിക്കുന്ന പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും പോകുവാനായിട്ട് സമയം നമ്മുടെ മുമ്പിലില്ല. 5-ാം അധ്യായത്തിൽ അതിപ്രധാനപ്പെട്ട 2-3 സംഭവങ്ങൾ നടക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചാൽ 3 സംഭവങ്ങളും 3 സന്ദർഭങ്ങളിൽ നടന്നതായിട്ട് തോന്നുമെങ്കിലും മർക്കോസിന്റെ സുവിശേഷം 1-2 അധ്യായം വായിച്ചാൽ ഒരേ ദിവസങ്ങളിൽ നടക്കുന്നത് പോലെ നമുക്ക് തോന്നുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. വായിച്ചത്, യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. യോഹന്നാൻ 17:4 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 17:4, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ലൂക്കോസ് 3:23 പ്രവൃത്തി ആരംഭിച്ചു. യോഹന്നാൻ 17:4 പ്രവൃത്തി അവസാനിച്ചു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 23-ാം വാക്യം തൊട്ട് മേളത്തെ വാക്യം, കർത്താവ് യോഹന്നാന്റെ കൈ കീഴെ സ്നാനപ്പെട്ടു. 4-ാം അധ്യായം 1-ാം വാക്യം വരുമ്പോൾ യേശു പരിശുദ്ധാത്മ നിറവോടെ യോർദാൻ വിട്ട് മരുഭൂമിയിലേക്ക് പോയി. 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു വചനത്താൽ പിശാചിനെ ജയിച്ചു. 14-ാമത്തെ വാക്യം 4-ന്റെ യേശു ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമി വിട്ട് ഗലീലയിലേക്ക് മടങ്ങി വന്നു. ഗലീലയിലെ പള്ളിയിൽ വന്ന യേശു വചനം തുറന്നു. യെശയ്യാ പ്രവചനം എടുത്ത് വായിച്ചു. തന്നെ കുറിച്ച് എഴുതിയ ഭാഗം വായിച്ച് കേൾപ്പിച്ച് പുസ്തകം മടക്കി പുസ്തകക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് കർത്താവ് ഇരുന്നു. സകലരുടെയും കണ്ണ് അവനിൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവനെ പുകഴ്ത്തുവാൻ തുടങ്ങി. യേശു ഒരു കൊച്ചു പ്രസംഗം നടത്തി. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗം പോലെ കന്നി പ്രസംഗം. വായിച്ച വാക്യത്തിൽ നല്ല പ്രസംഗിച്ചത് 2 സംഭവങ്ങൾ പറഞ്ഞു. 2 സംഭവങ്ങൾ. ഏലിയാവിന്റെ കാലത്ത് സരാഫിയിൽ ഒത്തിരി വിധവമാരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെ അടുക്കല് ഏലിയാവിനെ അയച്ചില്ല. ആവശ്യബോധമുണ്ടായിരുന്ന സരാഫാത്തിയിലെ ഒരു വിധവ അടുക്കലേക്ക് അത്ര ഏലിയാവിനെ അയച്ചത് എന്ന് പറഞ്ഞിട്ട് നേരെ ഏലിശയിലേക്ക് പ്രവേശിച്ചു പറഞ്ഞു. ഏലിശയുടെ കാലത്ത് ഒത്തിരി കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. പക്ഷേ നയമാൻ അടുക്കൽ മാത്രമേ ഏലിശായി അയച്ചുള്ളൂ എന്ന് 2 കാര്യം പറഞ്ഞു. ഈ 2 കാര്യം കേട്ടപ്പോൾ പള്ളിയിൽ നിന്ന് എല്ലാവരും ആദ്യം പ്രശംസിച്ച് പുകഴ്ത്തിയവരെല്ലാം കൂടെ യേശുവിനെ അവരുടെ പള്ളി പണിതേക്കുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി താഴോട്ട് തള്ളിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു. യേശു നടുവിലൂടെ കടന്നുപോയി. അടുത്ത വാക്യം, യേശു കവർന്നഹൂമിലെ പള്ളിയിൽ ചെന്നു. അവിടെ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിക്കകത്ത് അശുദ്ധാത്മാവ് ഇളകി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈ മൈക്കിന്റെ ശബ്ദം മാറിക്കൊണ്ടിരിക്കുന്നു. വാറ്റിൽ പോലാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അശുദ്ധാത്മാവ് ഇളകി.
അശുദ്ധാത്മാവ് യേശുവിന്റെ മുമ്പിൽ ആ മനുഷ്യനെ തള്ളിയിട്ടു. ഒരു സ്വതന്ത്രം പറഞ്ഞാൽ തൊട്ട് പുറത്തെ പാരഗ്രാഫിൽ യേശുവിനെ തള്ളിയിടാൻ ശ്രമിച്ചതിനെ അടുത്ത പാരഗ്രാഫിൽ യേശു തള്ളിയിട്ടു. സ്തോത്രം, സ്തോത്രം. ഏത് ആത്മാവാണോ ആലയത്തിലെ മനുഷ്യനെ കയറി വചനം കേട്ടപ്പോൾ അവനെ മലയുടെ മുകളിൽ കൊണ്ട് തള്ളിയിടാൻ ശ്രമിച്ചത്, അതേ ശക്തിയെ സഭക്കാര് കാങ്കെ ജനം കാങ്കെ ആലയത്തിൽ തള്ളിയിട്ടു. അങ്ങനെ അവന്റെ മഹത്വം വെളിപ്പെടുത്തി മുൻപോട്ട് പോയി. വലിയ പുരുഷാരം യേശുവിനെ അനുഗമിക്കുകയാണ്. ഗെന്നസരത്തിന്റെ കരയ്ക്ക് വന്നപ്പോൾ ഒരു മനുഷ്യൻ ശൂന്യതയുടെ നടുവിൽ നിൽക്കുന്നു. ശൂന്യതയിൽ നിൽക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് യേശു നടന്നു ചെന്നു. അവരുടെ നിന്റെ പടവ് അല്പം നീക്ക്. അവന്റെ പടക് നീക്കി. യേശു അവന്റെ പടകിലോട്ട് കയറിയ പാടെ അവന്റെ പടകിൽ ഇരുന്നിട്ട് കരയ്ക്ക് നിൽക്കുന്ന പുരുഷാരത്തോട് വചനം പ്രസംഗിച്ചു. യേശു വാസ്തവത്തിൽ പത്രോസിനോട് ഒരു സ്റ്റേജ് കട ചോദിക്കായിരുന്നു. ഇന്ന് രാത്രി എനിക്കും നാളെ രാത്രി ജോയി പാസ്റ്റർക്കും പ്രസംഗിക്കാൻ ഇവിടെയുള്ള ഓസ്ട്രേലിയയിലെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പുകാർ മനോഹരമായ സ്റ്റേജ് നേരത്തെ ഒരുക്കി തന്നിരിക്കുകയാണ്. എന്നാൽ യേശുവിന് സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ ആരും ഇല്ലായിരുന്നത് കൊണ്ട് യേശു ഉലകത്തിലെല്ലാം കടം മേടിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന കർത്താവ് ഉലകത്തിലെല്ലാം കടം മേടിച്ചവനാ. ഇങ്ങോട്ട് മനുഷ്യനായി വരാൻ വേണ്ടി ഒരു മാന്യയും വിശുദ്ധിയുമായ സ്ത്രീയുടെ ഗർഭപാത്രം കടമെടുത്ത എന്റെ യേശു ഉലകത്തിലേക്ക് പിറക്കുവാനിടയായിട്ടുള്ളത്. പിറന്ന് വീഴുവാൻ മാന്യമായ ഒരു വീടോ ഹോസ്പിറ്റലോ കർത്താവിന് ഇല്ലാഞ്ഞതുകൊണ്ട് ഏതോ ഒരു മാന്യനായ മനുഷ്യന്റെ പുൽത്തൊഴുത്ത് കടം വാങ്ങി അവിടെയാ പിറന്നു വീണത്. എന്തിനേറെ എല്ലാവരും നല്ല സ്വന്തമായ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ സഞ്ചരിക്കാൻ വാഹനമില്ലാഞ്ഞതുകൊണ്ട് ഏതോ മാന്യനായ ഒരു മനുഷ്യന്റെ കഴുതയെ കടമെടുത്ത് കഴുതക്കുട്ടി പുറത്താ കർത്താവ് യാത്രയായത്. പുരുഷാരത്തോട് പ്രസംഗിച്ച് പുരുഷാരത്തിന് വിശന്നപ്പോൾ കൊടുക്കുവാൻ ആഹാരമില്ലാത്തത് കൊണ്ട് ഏതോ ഒരു ബാലകന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും കടം മേടിച്ച് അപ്പത്തെ വാഴ്ത്തിയ പുരുഷാരത്തിന്റെ വിശപ്പ് കർത്താവ് മാറ്റിയത്. കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ കർത്താവിന് ഇല്ലാഞ്ഞത് കൊണ്ട് അടുത്തു വന്ന മാന്യനായ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പണം കടം മേടിച്ച് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ കടം മേടിച്ച പൈസ കൊണ്ടാ കർത്താവ് ആ കാര്യം ജനത്തോട് പറഞ്ഞത്. എന്തിനേറെ എല്ലാവരും സ്വന്തം വീട്ടിൽ പെസക ആചരിച്ചപ്പോൾ പെസക ആചരിക്കാൻ ഒരു വീടില്ലാത്തത് കൊണ്ട് ഏതോ മാന്യനായ ഒരു മനുഷ്യന്റെ വീട് കടം മേടിച്ച വീട്ടിലാ എന്റെ യേശു പെസക ആചരിച്ചത്. നമുക്കെല്ലാം നാട്ടിൽ സ്വന്തമായി സിലിണ്ടർ പണിതിട്ടിരിക്കുമ്പോൾ അടക്കാൻ കല്ലറയില്ലാത്തത് കൊണ്ട് മാന്യനായ ഒരു മനുഷ്യന്റെ കല്ലറ കടം മേടിച്ച് അവിടെ യേശുവിനെ അടക്കിയത്. ജനിച്ച ഗർഭപാത്രം മുതൽ അടക്കിയ കല്ലറ വരെ എല്ലാം കടം മേടിച്ചവൻ ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിന്റെ സകല കടങ്ങളെ മാറ്റുവാൻ, നിന്നെ ദരിദ്രനായി നിന്നെ സമ്പന്നനാക്കുവാൻ ഇന്ന് രാത്രി എന്റെ യേശു ഇവിടെ എഴുന്നള്ളി വന്ന് വിശ്വസിക്കുന്നവൻ കടമെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്നെ സമ്പന്നനാക്കുവാൻ കരുത്തുള്ളവൻ അവൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തൊരു കാര്യം യേശു ചെയ്യാറുണ്ട്. മറ്റാരും ചെയ്തിട്ടില്ലാത്തതും പോരാ, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതുമായ കാര്യം ചെയ്യുന്നവനാ എന്റെ കർത്താവ്. ഇന്ന് രാത്രിയിലും ഇന്നലകളിൽ എന്നോ ചെയ്തൊരു കാര്യം ഇവിടുത്തെ ഐക്യ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ ആവർത്തിക്കപ്പെടാൻ എന്റെ കർത്താവിന് ആഗ്രഹമില്ല. ഈ 2014 വരെ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ലാത്ത ഒരു അപൂർവ കാര്യം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചെയ്യുവാൻ എന്റെ യേശുവിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അപൂർവ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു നല്ല കർത്താവ്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസിന്റെ പടകിലോട്ട് കയറി കർത്താവ് പ്രസംഗം തുടങ്ങി. കർത്താവിന്റെ വചനം അധികാരത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്ന് ശ്രദ്ധിക്കണം. മനുഷ്യന് ഒരു പ്രവൃത്തിയുണ്ട് എല്ലാ കാലത്തും. മനുഷ്യന്റെ പ്രവൃത്തി ഒരു മുഖവനെ സംബന്ധിച്ചാണെങ്കിൽ രാത്രി മുഴുവൻ കടലിന്റെ ആഴങ്ങളിൽ മത്സ്യം കിട്ടാൻ സാധ്യതയുള്ള ദിക്ക് മനസ്സിലാക്കി അവിടെ ചെന്ന് വലയെറിയുക, വല വലിക്കുക, പ്രതീക്ഷയോടെ വലിച്ചു കിടന്ന വലയ്ക്കകത്ത് വെള്ളം കൊണ്ടത് കുടഞ്ഞു നോക്കുക, ഒന്നുമില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ അടുത്ത കടവിലേക്ക് പടക് നീക്കുക, ആ കടവിൽ വലയിറക്കുക, പ്രതീക്ഷയോടെ വല വലിച്ചു കയറ്റുക, അകത്ത് കുടഞ്ഞു നോക്കുക, ഒന്നും കാണാതിരിക്കുക, അടുത്ത കടവിൽ വലയിറക്കുക, വെളുപ്പോളം വല വീശുന്നു, വല വലിക്കുന്നു, ഒന്നും കിട്ടാതെ ശൂന്യതയായി പ്രഭാതത്തിൽ എവിടെ തുടങ്ങിയോ അവിടെ തിരിച്ചു വരുന്നു.
തിരിച്ചു വന്നിട്ട് ശൂന്യമായ പടവും ശൂന്യമായ വലയും കാലിയായ പോക്കറ്റും നിരാശയുള്ള മനസ്സും ഒക്കെ കണ്ടിട്ട് നിരാശയോടെ മടങ്ങിപ്പോകുക, ഇത് മനുഷ്യന്റെ പരിപാടിയാ. സ്തോത്രം. അവിടെ പിശാചിന്റെ പരിപാടിയുണ്ട്. ഈ അധ്വാനിക്കുന്ന മനുഷ്യന്റെ വലയിൽ കയറിന്റെ നന്മകളെ അവൻ പടകിലിരിക്കുമ്പോൾ അവൻ കാണാതെ ഇരുട്ടിന്റെ മറപറ്റി ആഴത്തിൽ കൂടെ ചെന്ന് അവന്റെ വലയിൽ കയറാൻ സാധ്യതയുള്ളതിനെ ആഴത്തിന് ചിതറിച്ചു കളയുക, അത് പിശാചിന്റെ പരിപാടിയാ. കരയ്ക്ക് നിൽക്കാൻ അറിയുന്നില്ല ആഴത്തിൽ പിശാചാണ് എന്റെ നന്മയെ ചിതറിച്ചു കളയുന്നത് എന്ന് അവൻ അറിയുന്നില്ല. അത് പിശാചിന്റെ പദ്ധതിയാ. എന്റെ കർത്താവിന്റെ പദ്ധതിയുണ്ട്. നാളുകളായി വീശിക്കുഴഞ്ഞ് അധ്വാനിച്ച് ഭാരം ചുമക്കുന്നവൻ, നന്മ ചിതറിപ്പോയവൻ, നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവൻ അടുക്കിലേക്ക് പതുക്കെ നടന്നു എന്ന് അധ്വാനിക്കുന്നവനും നാളുകളായി ഭാരം ചുമക്കുന്നവൻ ഏവനുമേ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് അവന്റെ പടകിലേക്ക് നടന്നു കയറി. നാളുകളായി പിശാച് ചിതറിച്ചതിനെ ഒറ്റ വചനം കൊണ്ട് ഒരുമിച്ച് കൂട്ടി അവന്റെ വല നിറയ്ക്കുക എന്ന് യേശുവിന്റെ പരിപാടിയാ. ദൈവത്തെ വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവ് വചനം പറഞ്ഞ് തീർന്നപ്പോൾ, അർത്ഥാൽ മാസങ്ങളോ വർഷങ്ങളോ ചിതറിപ്പോയതെല്ലാം കർത്താവിന്റെ പടകിന്റെ താഴെ ഒന്നിച്ചു കൂടുന്നത് വരെ വചനം പറഞ്ഞു. എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പത്രോസേ ഇനി മലയിറക്കിക്കോ, നാളുകൾ നിന്റെ വീട്ടിൽ വരണ്ടിയ, നീയും നിന്റെ കുടുംബം അനുഭവിക്കേണ്ടിയ, നിന്റെ തലമുറയ്ക്ക് വന്നു ഭവിക്കേണ്ടിയ അനേകം നന്മകൾ ചിതറിപ്പോയെങ്കിൽ വചനത്താൽ ഞാൻ ഒരു അപൂർവ കാര്യം ചെയ്തിട്ടുണ്ട്. ചിതറിയതിനെ മുഴുവൻ നിന്റെ പടകിന്റെ താഴെ ഒന്നിച്ചു കൂട്ടി ഇനി മലയിറക്കിയോ. പത്രോസ് പറഞ്ഞു, കർത്താവേ ഒരു സാധ്യതയും മുക്കുവന്റെ നിലയിൽ മത്സ്യബന്ധനക്കാരുടെ സ്ഥിതിയിൽ ചിന്തിച്ചാലില്ല, പക്ഷേ നിന്റെ വചനത്തിന്റെ മുമ്പിൽ ഞാൻ മലയിറക്കുകയാ. ഓ, ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ആ സാധ്യതയെ സാധ്യമാക്കുക ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഒരു അപൂർവ കാര്യം സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ മലയിറക്കി. അവന്റെ വല നിറഞ്ഞു, അവന്റെ പടല് നിറഞ്ഞു, സമീപത്തുള്ളാവുന്നത് എല്ലാം പടല് നിറഞ്ഞു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ ബ്രിസ്ബനിൽ വന്നിരിക്കുന്ന ദൈവദാസനോട് ഞാൻ പറയുന്നു, വചനം വിശ്വസിച്ചു, നിന്റെ പടല് നിറയാൻ പോകുക, സമീപത്തുള്ളവന്റെ ഒക്കെ പടല് നിറയാൻ പോകുക. ഇനിയും ആത്മാക്കളെ തടയാൻ കഴിയാതെ, ഇനി ജീവനങ്ങളെ തടയാൻ കഴിയാതെ ഒരു നിറവ് നിന്റെ ശുശ്രൂഷയിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം ഈ ദൈവത്തെ നദിയോടെ കുറിച്ചാരാധിക്കട്ടെ. നമ്മുടെ കരം ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് അവിടെ നിന്ന് മുൻപോട്ട് പോവുകയാ. ഈ സമയത്ത് പത്രോസ് ഒരു കാര്യം ചെയ്തു. ഈ അർഹിക്കാത്ത നന്മ അനവസരത്തിൽ ഒന്നിച്ചു വന്നു കയറിയപ്പോൾ എന്റെ മിടുക്കാന്ന് പറയാതെ ഈ ഭക്തനൊരു കാര്യം പറഞ്ഞു, കർത്താവേ ഈ അഭൂതപൂർവമായ ഒരു അനുഗ്രഹം അപ്രതീക്ഷിത നിമിഷത്തിൽ എന്റെ പടൽ നിറയാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയായ മനുഷ്യനാണ്. ഇന്ന് രാത്രി നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, സ്നേഹിത, ഇവിടെ ലഭിച്ചതും ഇവിടെ കണക്കൂട്ടുന്നതൊക്കെ തെറ്റാണ്. നിങ്ങൾ പാർക്കുന്ന ഈ സ്ഥലത്തിനടുത്തുള്ള ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്ന മലേഷ്യയിലെ ഫ്ലൈറ്റിൽ 213 യാത്രക്കാർ ഒന്നിച്ച് കയറുമ്പോൾ ഒരാള് എയർപോർട്ടിൽ നിന്ന് കൈ കൊടുത്ത് പറഞ്ഞു, ഈ യാത്ര എന്റെ മോടെ കല്യാണമുണ്ട്, കാർഡ് അയക്കാൻ പ്രാർത്ഥിച്ചോണം. അടുത്തയാൾ പറഞ്ഞു, വസ്തുവിന്റെ ആധാരം എഴുതിയിട്ടേ വരത്തുള്ളൂ. അടുത്തയാൾ പറഞ്ഞു, വീടിന്റെ ഡെഡിക്കേഷൻ നടത്തിയിട്ടേ വരത്തുള്ളൂ. അടുത്തയാൾ പറഞ്ഞു, സ്തോത്രം, ഞാൻ ഈ പ്രാവശ്യം വിവാഹം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അടുത്തയാൾ പറഞ്ഞു, കൊച്ചിനെ മെഡിസിനിൽ ചേർത്തിട്ടേ വരത്തുള്ളൂ. 213 പേര് 426 കാര്യം പറഞ്ഞ ഫ്ലൈറ്റേ കയറിയത്. സ്തോത്രം, ഇതുവരെ എവിടാന്ന് ആർക്കും അറിയത്തില്ല. കണക്കൂട്ടലെല്ലാം തെറ്റാൻ ഒരു നിമിഷം മതി. എന്നാൽ ഇന്ന് രാത്രി കരുതുന്നവൻ എന്റെ പടലിൽ കയറുക. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ കണക്കൂട്ടലും തെറ്റാൻ നിമിഷങ്ങളെ മനുഷ്യനെയ്യുക. നിങ്ങൾക്കറിയാമോ, അഫ്ഗാനിസ്ഥാനിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ്
537 വീടുകളുടെ പുറത്തോട്ട് 103 മീറ്റർ ഉയരത്തിൽ, അർത്ഥാൽ 350 അടി ഉയരത്തിൽ ഒരു മല വന്നു വീണു. അവരെ മാന്തി കണ്ടുപിടിക്കേണ്ട JCB, ടിപ്പർ ലോറി, കിത്താച്ചി എല്ലാം 350 അടി കിടക്കുക. റോഡ് 350 അടി കിടക്കുക. ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ 350 അടി കിടക്കുക. പ്രൈസലോ, ഒരു മല മുഴുവൻ 500 ചില്ലുവാനം വീടുകളുടെ മുകളിൽ വീട് കിടക്കുക. ഒന്നും സഹായിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ രാത്രി യേശു നിന്റെ പുറകെ കയറിയ ജീവിതത്തിന്റെ മുമ്പിൽ നന്മ വെളിപ്പെട്ടപ്പോൾ ഭക്തൻ അഹങ്കരിക്കാതെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പാപിയ. ഈ അനുഗ്രഹം, ഈ ഉയർച്ച, ഈ പദവി, ഈ നന്മ എന്റെ പുറകെ വരാൻ, എന്റെ വീട്ടിൽ വരാൻ, എന്റെ തലമുറച്ച് കിട്ടാൻ ഒരാൾക്കറിയുമില്ല. ഞാൻ പാപിയ. യേശുവിന് ഭയങ്കര ഇഷ്ടമായി. യേശു പറഞ്ഞു, നിന്റെ ഡ്യൂട്ടി ഞാൻ മാറ്റാൻ പോകുകയാണ്. നിന്റെ സമർപ്പണത്തിൽ നിന്റെ ഡ്യൂട്ടി മാറ്റാൻ പോകുകയാണ്. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. മുൻപോട്ട് പോകുമ്പോൾ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യം വായിക്കുമ്പോൾ കുഷ്ഠരോഗി തല മൂടാൻ പാടില്ല. കുഷ്ഠരോഗി കൈ കൊണ്ട് അവരം മൂടി പിടിക്കണം. കുഷ്ഠരോഗി വസ്ത്രം കീറിക്കളയണം. കുഷ്ഠരോഗി ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത് വസിക്കണം. അവന് ജനവാസമുള്ളത് വരുവാൻ ന്യായപ്രമാണം അനുവദിക്കാതിരിക്കുമ്പോൾ യേശു വരുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ നിയമത്തെ പേടിക്കാതെ വിടുവിപ്പാൻ കരുത്തുള്ള യേശുവിന്റെ അടുക്കലേക്ക് നടന്നു. അവൻ പറഞ്ഞു, യേശുവേ, നീ മനസ്സറിഞ്ഞ് എന്നെ സൗഖ്യമാക്കണം. ആരും അറയ്ക്കുന്ന മാരക രോഗം, കൈയുടെ വിരൽ 10 മറ്റു പോയിട്ട് പഴി പുഴുകുന്നുണ്ട്, ചെവി പകുതി അളന്നു പോയിട്ടുണ്ട്, മൂക്ക് അളന്ന് പകുതി നിൽക്കുന്നു, ചെറിയ പകുതി അളന്നു പോയിട്ടുണ്ട്, ദേഹമാസകര കുത്തം ബാധിച്ചു. ഈ മനുഷ്യൻ ആരും അറയ്ക്കുന്നവൻ. പക്ഷെ യേശു അവനെ തൊട്ടു. ആ ക്ഷണത്തിൽ അവൻ സൗഖ്യമായി. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യമായി. രണ്ടാമത്തെ കാര്യം അവിടെ സംഭവിച്ച് യേശു മുൻപോട്ട് പോകുകയാണ്. മുൻപോട്ട് പോകുമ്പോൾ ഒരു വീട്ടിൽ യോഗം വെച്ചിരിക്കുക. സ്വന്തം പറഞ്ഞാട്ട് പണ്ടൊക്കെ വീടുകളിൽ യോഗം ഉണ്ടായിരുന്ന കാലമുണ്ട്. ഇപ്പോൾ യോഗം വെക്കുന്നവരുണ്ട്, ഇല്ലാതില്ല. പക്ഷേ അങ്ങനെ ഓലപ്പെരയും ഊടിട്ട പെരയും ഒക്കെ ആയിരുന്നപ്പോൾ യോഗം വെച്ചാലും കുഴപ്പമില്ല. ആഴ്ചയിൽ യോഗം വെക്കുന്നവരുണ്ട്, മാസ യോഗം വെക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ വീടിന്റെ സ്ഥിതി മാറി. അന്നത്തെ പിതാക്കന്മാരെ പ്രാർത്ഥിച്ചു. 2 നില 3 നില വീടായി, ഗ്രാനൈറ്റ് ഇട്ട വീടായി, അകത്തെല്ലാം ഫർണിച്ചറായി. പിള്ളേർ ഒരാൾ ഓസ്ട്രേലിയയിൽ, ഒരാൾ ന്യൂസിലാൻഡിൽ, ഒരാൾ അമേരിക്കയിൽ, ഒരാൾ അയർലൻഡിൽ, ഇങ്ങനെ മാറി മാറി ജാലി ചെയ്യുന്നതുകൊണ്ട് അച്ഛനും അമ്മയും വീട്ടിലുള്ളൂ. യോഗം വെക്കട്ടെ എന്ന് ചോദിച്ചാൽ അവനെ പാസ്റ്റർ ഞാനും അവളേ ഉള്ളൂ. സെറ്റി ആരാ പിടിക്കുന്നത്, ഡൈനിങ് ടേബിൾ ആരാ മാറ്റുന്നത്, ഇതെല്ലാം വലിച്ച് വെളിയിട്ടാൽ മഴയല്ലേ നനഞ്ഞു പോത്തില്ലേ, തന്നെ പിള്ളേരോട് ചെടിപ്പെട്ടിയോടെ ഗ്രാനൈറ്റ് ചെടിയാകത്തില്ലേ. അതുകൊണ്ട് യോഗം ഹോളി നടന്നോട്ട് എന്റെ ചെലവിൽ ആഹാരം താഴെ കൊടുത്തേര് എന്ന് പറഞ്ഞിട്ട് ഹോളിൽ ഇപ്പൊ യോഗം നടന്ന കാലമാണ്. പക്ഷെ അന്ന് അങ്ങനല്ല. അന്ന് യേശു യോഗത്തിൽ പങ്കെടുത്തൊരു വീട്ടിൽ സ്വന്തം പറഞ്ഞേര് അന്തരീക്ഷം പോയല്ലോ. സ്തോത്രം. പിന്നെ ഏത് ഗ്രാനൈറ്റിലാണ് യോഗം വീട്ടിൽ വെക്കണേ? സ്തോത്രം. ഹോളി യോഗം വെച്ചിട്ട് പാസ്റ്ററും ഭാര്യയും കൂടെ വേസ്റ്റ് പറക്കി മാറ്റാൻ വേണ്ടി ഇടരുത്. വീട്ടിൽ യോഗം വെക്കണം. ഇതിന്റെ സ്ഥിതി മാറ്റിയത് ദൈവമാണ്. യേശുവിനെ കയറി ഇറങ്ങാൻ അവസരം കൊടുത്താട്ട് നല്ല സ്തോത്രം പറഞ്ഞേര് ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിച്ചേ, ആ യേശു കബർഹൂമിന്റെ വീടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വലിയ ആൾക്കൂട്ടമായി, ആളുകൾ വാദിച്ചവരെയായി. അപ്പൊ 4 പേര് യേശു ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യോഗത്തിൽ നടന്നു വരിക. നടന്നു വരുമ്പോൾ ഒരു മനുഷ്യനെ വഴി തട്ടിയേക്കുന്നു. ശ്രദ്ധിച്ചേ, ഒരു മനുഷ്യൻ വഴി കിടക്കുക. അവന് പക്ഷപാത രോഗമാ. അവനെ കണ്ടപ്പോൾ ഈ 4 പേര് തീരുമാനിച്ചു, എടാ അവിടെ ഒരു അപൂർവ കാര്യം സംഭവിച്ചു. കുഷ്ഠരോഗി സൗഖ്യമായി. അതിനപ്പുറം മറ്റൊരു അപൂർവ കാര്യം സംഭവിച്ചു. പത്രോസിന്റെ പടക് നിറഞ്ഞു. അതിനപ്പുറം ഒരു മനുഷ്യൻ ആലയത്തിൽ തെളിയിട്ടു. അവന്റെ ഭൂതബന്ധനം അഴിഞ്ഞു. അപൂർവ കാര്യങ്ങൾ ചെയ്യുന്നവർ കബർഹൂമിന്റെ വീട്ടിലുണ്ടല്ലോ. നമുക്ക് എന്നൊരു കാര്യം ചെയ്തേക്കാം, ഒരു അപൂർവ കാര്യം നമുക്കൂടെ ചെയ്തേക്കാം. ആർക്കും വേണ്ട, അത് വേസ്റ്റായി കിടക്കുന്നവനെ എടുത്തോണ്ട് അങ്ങോട്ട് പോകുക. 4 പേര് ചേർന്നവരെ എടുത്തോണ്ട് പോയി. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ നമ്മുടെ വീട്ടിലെ ഈട്ടിയുടെ കട്ടിലോ, തേക്കിന്റെ കട്ടിലോ, പൂവരസിന്റെ കട്ടിലോ, ആഞ്ഞിന്റെ കട്ടിലോ ഒന്നുമല്ല. നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ ഹൈറേഞ്ച് ഉള്ളവർക്കറിയാം. ഇങ്ങേ സൈഡിൽ 2 പട്ടിയെ ക്രോസ് ആയിട്ട് അടിച്ച്, അങ്ങേ സൈഡിൽ 2 പട്ടിയെ ക്രോസ് ആയിട്ട് അടിച്ച്, ഈ 2 പട്ടികളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നീളത്തിൽ മറ്റൊരു പട്ടിക അടിച്ചിട്ട് അതിൽ ചാക്കോ അല്ലെങ്കിൽ കമ്പിളിയോ കെട്ടി അത് മടക്കി വെച്ചാൽ കഷത്തി വെച്ചോണ്ട് പോവാം, നൂർത്ത് വെച്ചാൽ ഒരാളെ കിടത്തിക്കൊണ്ട് പോവാം. അത്രയും കണ്ടിട്ടുണ്ടോ?
അത്രയും കട്ടില. അല്ലാതെ നമ്മളാരെങ്കിലും വിചാരിക്കുന്ന പോലെ 6 അടി നീളം 5 അടി വീതിയുള്ള ഈട്ടിയുടെ കട്ടിലും കൊണ്ട് യേശു ഇന്ന് വീടിന്റെ മേളിൽ കെട്ടി ഇറക്കുന്ന ആരും വിചാരിച്ചു പോകരുത്. ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ വഴിയോടെ തന്നത്തെ കാലത്ത് യാത്രാ സൗകര്യം ഇല്ലാത്തപ്പോൾ ഇങ്ങനത്തെ കട്ടിൽ, ഇങ്ങനെ ക്രോസായി പട്ടിക അടച്ചിരിക്കുന്ന കമ്പളിയോ ചാക്കോ കെട്ടിയിരിക്കുന്ന ഈ കട്ടിലിനകത്ത് ഒരു മനുഷ്യനെ കിടത്തിയിരിക്കുക. വീട്ടിൽ കിടന്നപ്പോൾ ഭയങ്കര അയ്യംവിളിയ. കാരണം കാലിന്റെ തള്ളവെള്ള മുതൽ തല വരെ ഒരുപോലെ വേദനിക്കുന്ന മാരക രോഗമാണ് പക്ഷപാത രോഗം എന്ന് പറയുന്നത്. അവനെ കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വളഞ്ഞ 2 കാല്, വളഞ്ഞ 2 കയ്യ്, അല്ലെങ്കിൽ തീപ്പെട്ടി കമ്പിന്റെ അറ്റത്ത് മരുന്ന് വെച്ച ഒരു തല, ഒരു ശരീരം, അങ്ങനെയുള്ള മെല്ലിച്ചൊരു മനുഷ്യൻ. ദേഹത്തെ മാംസം മൊത്തം പോയി, തൊക്കും അസ്ഥിയും മാത്രമേ ഉള്ളൂ. വേദന കൊണ്ട് അവൻ പുളയുക. ഇവന്റെ അയ്യംവിളി കേൾക്കാൻ വയ്യാഞ്ഞിട്ട് വഴി തട്ടിയതാ. അങ്ങനെ ആർക്കും വേണ്ടാതെ എല്ലാവരും തള്ളപ്പെട്ട് കിടക്കുന്നവനെ 4 പേര് തീരുമാനിച്ച് ഏതായാലും പോയല്ലേ, എന്നാ പിന്നെ ഇവനെ കൂടെ കൊണ്ടുപോവാ. ഇന്ന് രാത്രി ആർക്കും വേണ്ടാത്തത് നീ കൊണ്ടുപോവാ. വിടിപ്പിപ്പാൻ കരുത്തുള്ള അപൂർവ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുത്തരും ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവൻ മാത്രം ഈ രാത്രി ദൈവത്തെ ശ്രദ്ധിക്കണമേ. ഈ മനുഷ്യനെ ചൊല്ലിക്കൊണ്ട് ഈ വീടിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അകത്ത് കയറാൻ വയ്യ. സ്തോത്രം. അകത്ത് കയറാൻ വയ്യാത്തത് കൊണ്ട് ഏതാനും യോഗത്തിന് ഇതുവഴി ഇറങ്ങി വരത്തുള്ളല്ലോ യേശു. വരുമ്പോൾ വാതിൽക്ക് വെച്ച് നമുക്ക് ലാസ്റ്റ് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഒത്തിരി പേരുണ്ട്. പ്രാർത്ഥിക്കാൻ മുന്നോട്ട് പോയി കൈ പൊക്കിയാലും ജനം എന്നെ കാണുമല്ലോ, കണ്ട നാണമല്ല എന്ന് വിചാരിച്ച് എന്നേരം കൈ പൊക്കിയിട്ട് മുന്നോട്ട് പ്രാർത്ഥിക്കാൻ കൈ താത്തരും. പിന്നെ ഇറങ്ങി ചെല്ലുമ്പോൾ പറയും പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോണേ എന്ന് പറയുന്ന ആളുകൾ ഇല്ലാതില്ല. ഇവിടെ കാണുമ്പോൾ എനിക്കറിയത്തില്ല, കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്നാൽ അവിടെ അങ്ങനെ നിൽക്കാൻ ഇവർ തയ്യാറായി. ഒരു സ്വന്തം പറഞ്ഞത് ഇവരെന്ത് ചെയ്തു? ഇവർ തീരുമാനിച്ച് കൊണ്ടുവന്നതല്ലേ. വിടുവിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്, അപൂർവ കാര്യം നടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ ഇത് നടക്കട്ടെ. അതുകൊണ്ട് അവർ ഈ വീടിന്റെ മുകളിൽ കയറി വീടിന്റെ മേൽക്കൂര ഒരു ഭാഗം പൊളിച്ചു മാറ്റി. ഒരു സ്വന്തം പറഞ്ഞത് നമ്മൾ ആരാണെന്നെങ്കിലും അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചേരെ, ഞങ്ങളുടെ വീട്ടില് യേശു എന്ന ഉപദേശി യോഗം നടത്തുകയാണ്. ഞങ്ങളുടെ യോഗത്തിനെതിരെ വർഗീയവാദികൾ, ജാതീയ ശക്തികൾ ഞങ്ങളുടെ യോഗത്തെ കടക്കാൻ വേണ്ടി പേരുടെ മേൽക്കൂടെ ഇളക്കുന്നു, ഉടനെ വന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളാക്കി തകർത്ത് അന്യഭാഷ പറഞ്ഞേനി. സ്വന്തമാരും പറയുന്നില്ല. പക്ഷെ ഈ വീട്ടുകാരന്റെ മേക്കൂര പോയിട്ടും അവന് പ്രശ്നമൊന്നുമില്ല. അവരിത് അറിഞ്ഞുമില്ല. ഒരു സ്വന്തം പറഞ്ഞത് മേക്കൂര ഇളക്കിയത് പറഞ്ഞില്ല, ആളിനെ ഇറക്കി. അവൻ വളരെ ഏകാഗ്രത, കർത്താവേ എന്റെ വീട്ടിൽ നിന്ന് രാത്രി ഒരു അപൂർവ കാര്യം സംഭവിക്കണം. അതിനുള്ള ആകാംക്ഷയോടെ അവന്റെ പെരയൊന്നും അവന്റെ വിഷയമല്ല. ഏൽപ്പിക്കകത്തിരിക്കുന്നവൻ അഖിലാണ്ടത്തെ മെനഞ്ഞവനല്ലേ, ഒറ്റ വാക്കുകൊണ്ട് അഖിലാണ്ടം മെനഞ്ഞവനല്ലയോ അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തെല്ലാം അവർ വേണ്ടി നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടുന്നതെല്ലാം നാളെ ഇരട്ടിയായി മടങ്ങി തരുവാൻ കരുത്തുള്ളവനല്ലയോ. കട്ടിലോട് ഇന്നെ ഇറക്കി താഴോട്ട് വെച്ചു. ഇവൻ കട്ടിലോട് താഴോട്ട് ഇറക്കിക്കൊണ്ട് യേശുവിനെ മുന്നേ വെച്ചപ്പോ യേശുവിനെ നോക്കി മാത്രയില് എത്ര വർഷമായി രോഗം തുടങ്ങിയിട്ട് ആരെ കൊണ്ടുവന്ന IPC-കാരാണോ, ഷാരോനാണോ, അസംബ്ലീസോടാണോ, അത് യാക്കോബയാണോ, ഓർത്തഡോക്സ് ആണോ, ഇതൊന്നും കർത്താവിന് അറിയേണ്ട കാര്യം. ആര് കൊണ്ടുവന്നാലും കർത്താവിന് വിഷയമല്ല. ഒരു സ്വന്തം പറഞ്ഞത് ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷം എത്രയാണെന്ന് അറിയേണ്ട, ഏത് സൈസാ കയറിയെന്ന് അറിയേണ്ട, ഇവന്റെ പേരെന്ന് അറിയേണ്ട, കർത്താവിനൊന്നും അറിയണ്ട. ഹല്ലേലൂയ. പിന്നെ ഇവനെ പതുക്കെ പിടിച്ചു പൊക്കി കൊതിരി പാട്ടുപാടി ജെസ്വിനെ കൂടെ സഹായത്തിന് വിളിച്ചു. ജെസ്വിനോട് പൊക്കിട്ട് പൊങ്ങാഞ്ഞത് കൊണ്ട് ജോൺ തോമസ് വാസകരെ വിളിച്ചു. സ്റ്റേജിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അവനെ അങ്ങോട്ട് വലിച്ചു, തിരിച്ചവനെ ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് അവന്റെ കയറ്റി മൈക്ക് കൊടുത്തു. എന്നിട്ട് നടത്തിയതിനായിട്ട് സ്വതന്ത്രം പറയാൻ പറഞ്ഞു. വീണ്ടും കട്ടിലേക്കെടുത്ത് തിരിച്ചയക്കുന്ന പരിപാടി യേശുവിനില്ല. സ്വതന്ത്രമാരും പറഞ്ഞില്ല. ഹല്ലേലൂയ. കർത്താവ് ഈ ഷോയൊന്നും കാണിക്കാറില്ല. കർത്താവിനെ നോക്കിയപ്പോ മനസ്സിലായി ഇവന്റെ പക്ഷപാതത്തെ കാട്ടി വിഷയം പാപമാ. ഇന്നത്തെ സ്നേഹിത, നിന്റെ മൺകൂടത്തെ രോഗമല്ല വിഷയം, നിന്റെ പാപമാ വിഷയം. കാരണം ദൈവത്തെ തുതിക്കുന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, സ്നേഹിത നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. യോഗത്തിന് വന്നിരിക്കുന്ന എല്ലാം ബന്ധുക്കോസുകാരല്ലായിരുന്നു. അവിടെ പരീക്ഷന്മാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്, സദൂക്യരുണ്ട്. വചനം നോക്കിയിട്ട് പ്രസംഗം ഒത്തില്ലെങ്കിൽ നേരെ കമ്പ്യൂട്ടർ ഇടുന്ന, അത് കറക്റ്റായിട്ട് അതിൽ ഫേസ്ബുക്കിൽ കൊടുക്കുന്ന ആളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം നോക്കിയിരിക്കുക. ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ അവരെ നോക്കി പറഞ്ഞു, ഇവനാരാണ് പാപം ക്ഷമിക്കാൻ? ഇവൻ നമ്മുടെ അത്തച്ഛന്റെ മോനല്ലേ, ഇവന്റെ അമ്മ മറിയല്ലേ, ഇവൻ പാപം മോചിക്കാൻ ഇവനാരാ എന്നൊക്കെ അകത്ത് ചിന്തിക്കുക. സ്തോത്രം. ഇങ്ങനെ തലം വിളിക്കുന്ന നമ്മുടെ ധാരണ പ്രസംഗം കേട്ടാന്ന ഒന്നുമല്ല, വലിയിരുത്തുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഈ മേശയുടെ ഇങ്ങേ സൈഡിലിരിക്കുന്നു, അങ്ങേ സൈഡിൽ നമ്മുടെ ജോൺ തോമസ് പാസ്റ്റർ ഇരിക്കുന്നു. അദ്ദേഹം എന്നോട് പറയാൻ ചെറിയ പാസ്റ്റർ അല്ലേ? അതെ, ഞാൻ ഒരു വാങ്ങാൻ മുട്ടിച്ചേച്ച് വന്നതാ. ഉടനെ ഞാൻ പറഞ്ഞു, ജോൺ തോമസ് പാസ്റ്റർ വിഷമിക്കണം, ഞാൻ തേങ്ങ മുട്ടിച്ചിരിക്കുക. സ്തോത്രം. ശ്രദ്ധിച്ചേ, തേങ്ങ മോട്ടിച്ച് എന്നോടാ മാങ്ങ മോട്ടിച്ച അച്ചായം പാപം ക്ഷമിക്കാൻ വന്നേക്കുന്നത്. എന്റെ കൂടെ പുറപ്പേ, ഇവിടെ ആർക്കാ പാപം മോചിക്കാൻ അധികാരം? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പുള്ളികളും ഒന്നീ തേങ്ങ അല്ലേ മാങ്ങ മോട്ടിച്ചിരിക്കുകയല്ലേ. ഇവിടെ പാപം മോചിക്കാൻ അധികമുള്ള ആരും സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പാപം മോചിക്കാൻ അധികാരം ഒരുത്തരേ ഉള്ളൂ. ആരെന്നറിയണ്ടേ? പാപം
ഇവിടെ വന്നേ ഗുജറാത്തിൽ സുനാമി ഉണ്ടായപ്പോള്, ഭൂകമ്പം ഉണ്ടായപ്പോള് വീട് പോയ 150 വീട് വെച്ചു വന്നപ്പോ ഗുജറാത്തുകാർ നമ്മുടെ അവസരം പോലെ ദൈവമാക്കിയാണല്ലോ എന്റെ യേശു. സ്തോത്രം. അങ്ങ് ആലപ്പുഴ ഭാഗത്ത് സുനാമി അടിച്ച് വീട് നഷ്ടപ്പെട്ടപ്പോ ചാരിറ്റി ചെയ്ത് 150 വീട് വെച്ചു കൊടുത്തപ്പം ആലപ്പുഴക്കാരൻ നമ്മുടെ ദൈവമാക്കിയ ആളുമല്ല എന്റെ യേശു. സ്തോത്രം. കയ്യിരിക്കുന്ന പൗഡർ മേലോട്ട് എറിഞ്ഞ് വരാൻ താഴോട്ട് വരാൻ 10 മിനിറ്റ് താമസിച്ച് മോളിൽ കറങ്ങി നിന്ന പൗഡർ രണ്ടാമത് കൈ നിന്നപ്പോ കയ്യിലോട്ട് പൗഡർ വന്നപ്പോ നാട്ടുകാരൻ അവിടെ ദൈവമാക്കിയ ആളുമല്ല എന്റെ യേശു. സ്തോത്രം പറഞ്ഞാട്ട് ഇവിടെ വന്ന് കുറെ കാലം ദൈവമായിട്ട് പിന്നെ കൂടെ വന്ന ശിഷ്യനോ ശിഷ്യയോ തിരിച്ചു തെറ്റ പാപമാണെന്ന് പറഞ്ഞപ്പോൾ TV വാർത്ത വന്ന ആളുമല്ല എന്റെ യേശു. കൂടെ വന്ന ശിഷ്യനെ ഒറ്റിക്കൊടുത്തിട്ട് ആ മനുഷ്യൻ പറഞ്ഞു പാപമില്ലാത്ത രക്തത്തെ. ഒറ്റിക്കൊടുത്തല്ലോ ശിഷ്യൻ പറഞ്ഞ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന എന്റെ യേശുവാണ്. സന്തോഷം ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ ദൈവമായിരുന്നവനാ. ദൈവമായിരിക്കെ മനുഷ്യാവതാരം ഉലകത്തിൽ വന്ന യേശു പറഞ്ഞു നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഇവന്റെ ചിന്തയൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു എഴുന്നേറ്റ് കിടക്കെടുത്തോണ്ട് വീട്ടിൽ പോകാം. സ്തോത്രം. കിടക്കെടുത്തോണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞത് ശുശ്രൂഷയുടെ മെതേടൊന്നുമാണ്. അവിടെ യോഗത്തിനാകെ സ്ഥലമില്ലാതിരിക്കുക. ഇപ്പൊ കിടക്കെടുത്ത് മാറ്റി 4 പേർ കൂടി നിൽക്കാമെന്ന് വിചാരിച്ചു. സ്വതന്ത്രം പറഞ്ഞു. എല്ലാ പക്ഷപാതക്കാരും അങ്ങനെ യേശു പറഞ്ഞിട്ടില്ല. 5 മണ്ഡപമുള്ളത് ചെന്നപ്പോൾ 38 വർഷമായിട്ട് പക്ഷപാതമാണ്. അവിടെ കിടക്ക് ഇട്ടേച്ച് പോകാനാ പറഞ്ഞത്. കാരണം കിടക്കഴിഞ്ഞാൽ സ്ഥലം അവിടെ കിടപ്പുണ്ടല്ലോ. സ്വതന്ത്രം പറഞ്ഞു. ഞാൻ രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തന്നെ വിഷമം പറഞ്ഞു തുവാല ഇവിടെ വന്ന ആളുടെ ദേഹത്ത് ഞാൻ ഇട്ടെന്നിരിക്കട്ടെ. ആ ആളെ സൗഖ്യമായി. നാളെ ഞാൻ വരുന്ന ഉടനെ യേശുവിനെ വിട്ട് ഒരു 150 തുവാലയും മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും വീശിക്കൊള്ളാൻ പറഞ്ഞ പരിപാടിയല്ലേ യേശു. സ്വതന്ത്രം ആരും പറഞ്ഞില്ല. പ്രൈസലോ. ഇന്ന് ഞാൻ കൈവച്ചപ്പോൾ ആദ്യം ഛർദ്ദിച്ചെന്നിരിക്കട്ടെ. അകത്തെ കൈവശമാകാം. നാളെ രാവിലെ ഞാൻ 50 പ്ലാസ്റ്റിക് ഈറ്റ് മേടിച്ചുകൊണ്ട് വരുന്നതല്ല കർത്താവിന്റെ പരിപാടി. കർത്താവ് ഒരിടത്ത് ചെയ്ത് കാര്യം വേറൊന്നും ചെയ്യാറില്ല. അവൻ ചെയ്യുന്നതെല്ലാം അപൂർവ കാര്യങ്ങൾ. ഇന്ന് രാത്രി യേശു അഭിനയത്തിന്റെ ശുശ്രൂഷയല്ല, അവന്റെ ഉപാധി കൽപ്പിച്ചതങ്ങനെ വിശ്വാസമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കണേ. എന്താ അപൂർവകാര്യം? എന്താ അപൂർവകാര്യം? സ്തോത്രം. ഞാൻ ഈ പകലൊക്കെ അല്പസം വചനത്തെ ഒരു ഭയങ്കര മർമ്മം എന്നെ ദൈവം പഠിപ്പിച്ചു. സമയത്തേക്ക് നിങ്ങളോട് ഞാൻ പറയാം. സ്തോത്രം. ഈ മോശി എന്ന് പറയുന്ന മനുഷ്യൻ അക്കാലത്തെ ഫറവോനാകാൻ വേണ്ടി ഒരാളെല്ലാം പഠിക്കണം. അന്ന് ഈജിപ്തിൽ യൂണിവേഴ്സിറ്റി ഒന്നെന്നിരിക്കട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 5 MA എടുത്തിരിക്കണം. കാരണം രാജാവാകേണ്ട ആളല്ലേ. അന്ന് PhD ഒന്നിരിക്കട്ടെ എങ്കിലും 4-5 ഡോക്ടറേറ്റ് എടുത്തിരിക്കണം. അന്ന് ഈ കരാട്ടയും ജൂഡയൊക്കെ ഉള്ളതിരിക്കട്ടെ ഉടനെ അതിലേക്ക് പഠിച്ചിരിക്കണം. സകല അഭ്യാസവും പഠിച്ചെങ്കിലേ ആരാകാനൊക്കത്തുള്ളൂ. അങ്ങനെയാണ് 40 വയസ്സുകൊണ്ട് ഒരടുത്ത പറവോനാകുള്ള സകല പഠിത്തവും പഠിച്ചവൻ. മർമ്മം അറിയാവുന്നവനാ. പുള്ളി മനഃപൂർവ്വം കരുതി കൂട്ടി TP ചന്ദ്രശേഖരനെ 56 വെട്ടി കൊന്നുകൊടുന്ന ഒരാളെ ഒന്നുമല്ല. നിങ്ങളത് ധരിച്ചു പോകല്ലേ. അടിച്ചപ്പോ മർമ്മത്ത് കൊണ്ടുപോയെന്നുള്ളതേ ഉള്ളൂ. പിടിച്ചു മാറ്റാൻ പോയതാ. ആ മാറ്റി കൈവെള്ളങ്ങാണ്ട് കൊണ്ട് ആള് ചേർത്ത് പോയതാ. സ്തോത്രം പറഞ്ഞത്. മർമ്മം അറിയാതെ ആരെ അടിക്കാറില്ല. സ്തോത്രം. പുള്ളി നമ്മുടെ കൂടെയുള്ള മനുഷ്യനായിരുന്നു മോശ. ആള് ചത്തല്ല വിഷയം, അതിനെ കണ്ടോന്നുള്ള വിഷയം. തിക്കും പക്കം നോക്കി ആരും കണ്ടില്ല. സ്തോത്രം. സ്തോത്രം. CCTV സംഗതി വന്നില്ലെന്ന് ബോധ്യമായി. ഉടനെ മണ്ണ് മാന്തി കുഴിച്ചിട്ട് സ്തോത്രം പറഞ്ഞാല് നമ്മുടെ തനി സ്വഭാവമായിരുന്നു. കണ്ടോന്ന് അറിഞ്ഞാൽ മതി. സ്തോത്രം. ആരും കടലിനെ ബോധ്യപ്പെട്ട് പുള്ളി മാന്തി കുഴിച്ചിട്ടു. പിറ്റേ ദിവസം ഇതേ ഒരു വിഷയത്തിൽ പുള്ളി മധ്യസ്ഥടങ്ങുന്നപ്പോൾ അവര് പറഞ്ഞു ഇന്നത്തെ ആൾ കണ്ടായിരുന്നു. അപ്പൊ പുള്ളി മനസ്സിലായി നാട്ടുകാർ പറഞ്ഞു പുള്ളി എന്തായാലും മുങ്ങിയതാണ്. പിന്നെ 40 വർഷം പൊങ്ങിയിട്ടില്ല. ഒരു സ്വത്രം പറഞ്ഞാല് ആരൊക്കെ കാണുന്ന വരെ ഇതിന് ഷൈൻ ചെയ്യാനൊക്കത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നീ മുങ്ങും. ഒരു സ്വത്രം പറഞ്ഞാല് അല്ലേ. ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കണേ. ഇവൻ ചെന്ന് പാർത്ത സ്ഥലം മിഥ്യാന എന്നാണ് പറയാനാണ് ഞാൻ വരുന്നത്. സ്തോത്രം. ഇവൻ മിഥ്യാന ചെന്ന് 7 പെൺപിള്ളാരുടെ വീട്ടിലെ കൊച്ചിനെ കല്യാണം കഴിച്ച് അപ്പൻ 5 ആടനെ തിരികൊണ്ട് മരുഭൂമി നടക്കും. രാവിലെ ആടനെ കൊണ്ട് ഇറങ്ങും. മരുഭൂമി മിഥ്യാന്റെ അങ്ങേറ്റം വരും. വൈകിട്ട് തിരിച്ചു വരും. കൂട്ടിൽ ആടനെ കെട്ടും. പിറ്റേ ദിവസം രാവിലെ ആടനെ കൊണ്ട് പോകും. വൈകിട്ട് വരും. അങ്ങനെ 40 വർഷം. നമ്മുടെ നാട്ടിലൊക്കെ അബദ്ധം പറ്റി ഈ ഏജൻസികൾ കളിപ്പിച്ച് ഗൾഫിലൊക്കെ പോയവരുണ്ട്. MBA പഠിച്ചിട്ടും ഡോക്ടറായിട്ടൊക്കെ പോയി ആടനെ തിരിച്ചു വരും. ഡ്രൈവറായവരൊക്കെ ഇല്ലാതില്ല. പക്ഷെ 2ാം വർഷം അവൻ അവിടെ ചാടി
നല്ല ജോലി കയറും. പക്ഷെ 40 വർഷം ഒറ്റ ജോലി കൊണ്ട് ഈ പുള്ളി ഇത്രയും പഠിത്തമുള്ളൂ. മനസ്സിലായില്ല? സ്തോത്രം. രാജാവാകാൻ പഠിത്തമുള്ളവർ 5 6 MA 4 5 ഡോക്ടറേറ്റും സകല അഭ്യാസം ഒരടിക്കുന്നത് കൊല്ലാൻ കഴിയാവുന്ന ഒരു പുള്ളി 40 വർഷം രാവിലെ ഇറങ്ങും, ഹായ് വൈകിട്ട് പോയി പ്രൈസലോ ഒരു ഉണക്കപ്പണി കൊണ്ട് നടക്കുക. മിഥ്യാൻ എന്ന് പറഞ്ഞാൽ ഏത് കഴിവുള്ളവനെ കയറില്ലാതെ കിട്ടുന്ന സ്ഥലമാണ്. ഇന്ന് രാത്രി അടിക്കാൻ പോവാം. മനസ്സിലായില്ല? സ്തോത്രം. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും 120-ാമത്തെ വയസ്സിൽ കണ്ണിന്റെ കാഴ്ചയും പോയില്ല, കായികപരം വന്നു, അത്രയും ആരോഗ്യമുണ്ട്, പക്ഷെ ജോലി ആണെത്തിയിട്ട. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. കയറില്ലാതെ കെട്ടിയിട്ടേക്കാം. മിഥ്യാന്റെ ശക്തി ഒരു അഭിഷക്തനെ ശുശ്രൂഷ വെളിപ്പെടേണ്ടവനാ, പക്ഷെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ മിഥ്യാന്റെ വലയത്തിൽ ഇവനെ കെട്ടിയിട്ടിരിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ 40-ാമത്തെ വർഷം കൃപയാൽ അവൻ മിഥ്യാന്റെ വെളി വന്നു, ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. ആ ഒറ്റ യാത്ര കൊണ്ട് അവനെ കെട്ടഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ആരെയും ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചില കെട്ടുകൾ നിന്നെ ബന്ധിച്ചിരിക്കുക. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കൃപ ലഭിച്ചിട്ടും അഭിഷേകം ഉണ്ടായിട്ടും ശുശ്രൂഷ ലഭിച്ചിട്ടും അത് ചെയ്യാൻ കഴിയാതെ നിന്നെ കയറില്ലാതെ കെട്ടിയിരിക്കുന്ന വിദ്യാന്റെ കെട്ടിനെ ഇന്ന് രാത്രി എന്റെ സ്വന്തം അഴിക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർ മാത്രമേ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ പർവ്വതത്തിക്ക് ആരിന് വിളിയേന കമ്പും കൊന്നേരെ ഒളിച്ചു കൊടുക്കുന്ന കമ്പ് ദൈവത്തിന്റെ വടിയാക്കി മാറ്റും. ഇന്ന് രാത്രി നിന്റെ സ്ഥിതി ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോവാ. എന്താ അപൂർവ കാര്യം എന്ന് പറയാൻ ഞാൻ പറ്റുക? അല്ലെങ്കിൽ ഇന്നലെ വരെ ആൾതീറ്റിക്കാരനായ ഒരുത്തനെ ഇന്ന് രാവിലെ 30 ലക്ഷം പേരുടെ നേതാവാക്കുന്നതാണ് ഒരു അപൂർവ കാര്യം. പോരാ. അല്ലെങ്കിൽ ആടിനെ തീറ്റി ഒടിക്കുന്ന കമ്പ് കൊണ്ട് ഒന്ന് വീശിയാൽ അത് ചെങ്കടൽ 2ആയി മാറുന്ന കിഴക്കൻ കാറ്റടിക്കുന്ന ഒരു അപൂർവ കാര്യം രാത്രി നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചുമതല വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി എന്താ അപൂർവ കാര്യം? 10 ദിവസം ആഹാരം കൊടുക്കാതിരിക്കുന്ന 10 പരം സിംഹങ്ങൾ, മനുഷ്യനെ കണ്ടാൽ 5 മിനിറ്റ് കൊണ്ട് താഴ്വരയിൽ കണ്ട അസ്ഥി പോലെ അസ്ഥിയാക്കി മാറ്റാൻ കരുത്തുള്ള സിംഹങ്ങൾ. ഒരു 10 താഴോട്ട് ചെന്നപ്പോൾ 10ന്റെ കുഞ്ചിനോമ ലെവലിന് വെച്ചിട്ട് ഒരു ഡൂറോഫോമിന്റെ മെത്ത ഒരു നിമിഷം ഉണ്ടാക്കിയിട്ട് ഫെവിക്കോൾ വെച്ച് വായടച്ച പോലെ വായടച്ചിട്ട് 10നെ അതിൽ കിടത്തി ഉറക്കുന്നതാ ഒരു അപൂർവ കാര്യം. പിറ്റേ ദിവസം 10 മേളിൽ കയറിയപ്പോൾ ഇട്ടവന്മാര് താഴെ ചെല്ലുമ്പോ കടിച്ചു കീറിയാൽ അതൊരു അപൂർവ കാര്യമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 7 മടങ്ങ് ചൂട് ഉള്ള ചൂടക്കകത്ത് ഇടാൻ വന്നവനെ കരയ്ക്ക് വെച്ച് കരച്ചിട്ട് താഴെ ചെന്നവനെ തീക്കകത്തൂടെ സ്വന്തം ചെയ്ത് പാടി നടത്തിയെങ്കിൽ അതൊരു അപൂർവ കാര്യമാണ്. ഇന്ന് രാത്രി ഒരു അപൂർവ എന്താ അപൂർവ കാര്യം? ഞാൻ നിങ്ങളോട് പറയാം. അല്ലെങ്കിൽ പെട്ടക ചുമക്കുന്ന ഒരു 10ന്റെ കാലിന്റെ പെരുവരൽ ഇളകി മറിഞ്ഞൊടുക്കുന്ന യോർദാന്റെ വക്കത്ത് മുട്ടിയപ്പോൾ മേലൊഴുക്ക് തടഞ്ഞിട്ട് ഒരു പെരുവഴി ഒരുക്കിയെങ്കിൽ അതൊരു അപൂർവ കാര്യമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മോശയുടെ പുറകെ നടന്ന ഒരു 10 വിരൽ ചൂണ്ടിയപ്പോൾ സൂര്യചന്ദ്രന്മാർ നിശ്ചയമായി സമരയൂഥം അനങ്ങാകുന്നെങ്കിൽ അതൊരു അപൂർവ കാര്യമാണ്. ഒരു 10 ചുറ്റും നടന്ന് ഒന്ന് സുലിച്ചപ്പോൾ എലിഫോമിന്റെ കോട്ട താഴ്പോയെങ്കിൽ അതൊരു അപൂർവ കാര്യമാണ്. ഇന്ന് രാത്രി എന്റെ
ഗുണം മാറി, രുചി മാറി, ശ്രേഷ്ഠമായ വീഞ്ഞായി മാറിയെങ്കിൽ അതൊരപൂർവം. ഇന്ന് രാത്രി എന്റെ യേശു നിനക്ക് വേണ്ടി ഒരപൂർവ കാര്യം ചെയ്യാൻ പോകുകയാണ്. പത്രോസിന്റെ വിടുതല്, കുഷ്ഠരോഗിയുടെ സൗഖ്യം, പച്ചമളക്കാരന്റെ സൗഖ്യം കണ്ടപ്പോൾ ജനം ആശ്ചര്യപ്പെട്ടു. ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ കുരുവാക്കൾ ശ്രദ്ധിച്ചോ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, അവന്റെ നാമത്തെ ഉയർത്തുക. ദൈവത്തിന്റെ പൈതലെ അവർ ഒരുമിച്ച് അവനെ മഹത്വപ്പെടുത്തി ഒന്നിച്ച് പിടിച്ചു പറഞ്ഞു, നാം ഇന്ന് അപൂർവ കാര്യങ്ങളെ. ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം 3 ഞായറാഴ്ച മുമ്പ് എന്റെ ചർച്ചില് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യം പ്രസംഗിക്കുക. അവന്റെ മഹത്വത്താലും അവന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ ദിവ്യ ശക്തിയാൽ നമ്മുടെ ജീവനും നമ്മുടെ പക്വതയ്ക്കും ആവശ്യമായതൊക്കെ ദാനം ചെയ്തിരിക്കുന്നു എന്ന വാക്യം ഞാൻ പ്രസംഗിക്കുമ്പോൾ അവന്റെ ദിവ്യ ശക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു സഹോദരിയെ വിളിച്ചു പറഞ്ഞു, ലവണി എന്ന സഹോദരി, നിന്റെ തൊണ്ടയിലെ തൈറോയിഡിന്റെ ഇടത്തും വലത്തുമായി 2 സിസ്റ്റ് ഉണ്ടായിട്ട് ഡോക്ടർമാർ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ട് കരയുന്നല്ലോ, ആ റിപ്പോർട്ട് കൈവച്ചു നിലവിളിക്കുന്നല്ലോ. ഈ ദിവ്യശക്തി ഇപ്പോൾ നിന്റെ ക്യാൻസറിനെ എടുത്തു മാറ്റുന്നു എന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നതിനെ വിളിച്ചു പറഞ്ഞു. ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇത് സംഭവിക്കുന്നു. ഞാൻ അന്ന് രാത്രി പ്രസംഗിക്കാൻ പോയി. തിങ്കൾ ചൊവ്വ ബുധൻ എല്ലാം കൺവെൻഷനാ. വ്യാഴാഴ്ച രാത്രി തിരുവനന്തപുരത്തിനടുത്തുള്ള കുറ്റിച്ചൻ എന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലവനിയുടെ പിതാവ് അവറാച്ചായൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്ററെ ലവനിയുടെ റിസൾട്ട് വന്നു. തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ പോയി പരിശോധിച്ചു. 2ാമത്തെ റിസൾട്ട് വന്നു. അവർക്ക് ക്യാൻസർ ഇല്ല. അവരുടെ അമ്മ വിളിച്ചു പറയുന്നു, ആ ലവനി വിളിക്കുന്നു, പാസ്റ്ററെ റിസൾട്ട് വന്നു, എന്റെ ക്യാൻസർ ശ്രദ്ധിച്ചേ. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചില്ല. ഒരു വാക്യം വായിച്ചത് അവന്റെ ദിവ്യ ശക്തി നമ്മുടെ ജീവനും നമ്മുടെ പകുതിക്കും ആവശ്യമായിട്ട് ഒരു വാക്യം വായിച്ചപ്പോൾ സ്വർഗ്ഗം അത് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ഒരപൂർവ കാര്യം റിസൾട്ട് ആ 2 സിസ്റ്റും ക്യാൻസർ. തിങ്കളാഴ്ചത്തെ ഞായറാഴ്ച വചനം കഴിഞ്ഞ് തിങ്കളാഴ്ച 2ാമത്തെ പരിശോധനയിൽ വ്യാഴാഴ്ച വന്ന റിസൾട്ട് ക്യാൻസർ ഇല്ല. ഇന്ന് രാത്രി ഒരു അപൂർവ കാര്യം. നിനക്ക് വർഷങ്ങളായി തലമുറയില്ല. ഈ രാത്രി സ്വർഗം ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോവുകയാണ്. നിനക്ക് വർഷങ്ങളായി വഴി തുറക്കുന്നില്ല. ഈ രാത്രി ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോവുകയാണ്. നിന്റെ തലമുറയ്ക്കുള്ള ചുവടയേറി വഴി തുറക്കുന്നില്ല. ഇന്ന് രാത്രി ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ വചനം ഇന്ന് രാത്രി നീ ഇരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിൽ നിന്റെ തലമുറ വാർക്കുന്ന മണ്ഡലത്തിൽ ഒരു അപൂർവ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ വെള്ളമില്ലാത്തൊരു കുന്നിന്റെ മുകളിൽ മഴ പെയ്യാത്തൊരു സമയത്ത് ജനവും മൃഗങ്ങളും ഒരുമിച്ച് ചാകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് അഭിഷേകമുള്ളവൻ പറഞ്ഞു, ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോകുകയാണ്. ചുമ്മാ കുഴി കുഴിച്ചു. കുഴിയെണ്ണം കുറയല്ലേ, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. ഒരു അപൂർവ കാര്യം ദൈവം ചെയ്യാൻ പോകുകയാണ്. നിനക്കും നിന്റെ കന്നുകാലികൾക്കും സന്തതിക്ക് കുടിക്കുവാൻ കുഴികൾ നിറയും. അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത് ആരോ പറഞ്ഞവന്റെ ദേശത്തൂടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെള്ളം ഒഴുകി വന്ന് കുഴികൾ നിറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു അപൂർവ കാര്യം എന്നെ സ്വർഗ്ഗം ചെയ്യാൻ പോകുക. ഞാൻ ദൈവത്തെ തുടിക്കുന്നു. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തത്, ആർക്കും ചെയ്യാൻ കഴിയാത്തത് നിന്റെ കൂടാരത്തിൽ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എന്നെ സ്വർഗ്ഗം ചെയ്യുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ തുടിക്കട്ടെ. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ
എന്റെ ശുശ്രൂഷയിൽ, എന്റെ സഭയിൽ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ തലമുറ പാർക്കുന്നിടത്ത്, ഞാൻ വിട്ടുപോകുന്ന കൂടാരത്തിൽ ഞാൻ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ യേശു ഒരപൂർവ കാര്യം എനിക്ക് വേണ്ടി ചെയ്യും എന്ന് വിശ്വസിക്കുന്ന കരങ്ങൾ മാത്രം ഉയരട്ടെ. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വിഷയം എന്തുമാകട്ടെ, കൈത്താക്കരുത്, കൈത്താക്കരുത്. നിന്റെ വിഷയം എന്തുമാകട്ടെ, നിന്റെ ഭാരം എന്തുമാകട്ടെ, നിന്റെ രോഗം എന്തുമാകട്ടെ, നിന്റെ അടഞ്ഞ വഴിയാകട്ടെ, ഓ ദുഷ്ടൻ മണ്ണിട്ട് കൂടി ഉറവയാകട്ടെ, ഈ കല്ല് എനിക്ക് വേണ്ടി ആ ഉരുട്ടി മാറ്റി പറഞ്ഞെടുത്ത് ദൂരം ഇറങ്ങിയെങ്കിൽ ഈ ദൂരം നിനക്ക് വേണ്ടി ഇറങ്ങുകയില്ല. വിശ്വാസത്തോടെ ആ സ്ഥാനങ്ങൾ എഴുന്നേൽക്കാം. ഒരു നിമിഷം എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഒരു സാധാരണ കാര്യം സംഭവിക്കാൻ വേണ്ടിയല്ല ഇന്ന് രാത്രി അഭിഷക്തന്മാരായി ഞങ്ങൾ ഇവിടെ അയച്ചിരിക്കുന്നത്. അന്ന് സ്വർഗം ചെയ്തു തുടങ്ങിയത് ഇന്ന് രാത്രി അവൻ ആവർത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പുറപ്പെടും മുമ്പേ സ്വർഗം പറഞ്ഞു, നിങ്ങൾ പോയിക്കോ. ഹല്ലേലൂയ.